ഡോക്ടർ അഭിലാഷ് ജി രമേശ് അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം ഈ ആക്രമണങ്ങളെ? ഇറാൻ അടിക്ക് തിരിച്ചടി എന്നവണ്ണം ഇപ്പോൾ യുദ്ധം നടന്ന ആ സമയത്തെ അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം ഇതിനെ? ഇത് സമാധാന കരാർ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തന്ത്രപരമായിട്ട് തന്നെ സമയം നേടിയെടുത്തുകൊണ്ട് ഡ്രോൺ ലോഞ്ചിങ് കപ്പാസിറ്റി ഒരു ചെറിയ തോതിൽ പുനരാരംഭിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഒരു ശ്രമമാണ്. പക്ഷെ അതിന് അമേരിക്ക അതിശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. കാരണം ഡ്രോൺ സംഭരണികൾ തകർക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഇവയുടെ കൺട്രോൾ സെന്റേഴ്സ്, കൺട്രോൾ ലൊക്കേഷൻസ് തകർക്കുക. അതോടൊപ്പം തന്നെ മറ്റ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി വാർണിംഗ് ഫയർവർക്സ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത്. സോ ഇന്നലെ തന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഔട്ട് വെയിറ്റിംഗ്. അതായത് ചർച്ചകളുടെ പേരിൽ എത്രത്തോളം ഈ യുദ്ധത്തിന്റെ ഇന്റൻസിറ്റിയെ പ്രൊലോങ് ചെയ്യിപ്പിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാലയളവ് പ്രൊലോങ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് ഇറാൻ ആലോചിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ഈ ഔട്ട് വെയിറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ഗുണഫലം ഇറാൻ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഒരു തിരിച്ചടിക്കുള്ള ഒരു മെറ്റീരിയൽ എനർജി അവർക്ക് കിട്ടി. പക്ഷേ അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇറാന് ലിവറേജ് ഇല്ല. അതായത് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ അവർ പറയുന്ന അജണ്ടയോ നടപ്പാക്കുന്ന രീതിയിലോ കൺസിഡർ ചെയ്യുന്ന രീതിയിലോ പോലും അമേരിക്ക ഇനി വരികയില്ല എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഈ ഒരു 3-4 ഘട്ടമൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഈ മേഖലയിൽ? ഈ മേഖലയിൽ മറ്റൊരു യുദ്ധമെന്നല്ല, ഈ പറയുന്ന നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യാക്രമണങ്ങളുടെ ഒരു തീവ്രത കൂടിയ ഒരു വേർഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഫുൾ സ്കെയിൽ അല്ലെങ്കിൽ IRGCക്ക് ഒരു ഫുൾ സ്കെയിൽ അറ്റാക്കിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പകരം ഇത്തരത്തിലുള്ള ഫ്ലാഷ് സ്ട്രൈക്കുകൾ നടത്തുക, അല്ലെങ്കിൽ ഈ റിഫൈനറി സൈറ്റ്സിലേക്ക് ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഇനി ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് ഇത് ഒരു കാലത്തും പോകില്ല. പകരം ഇത് അമേരിക്കയ്ക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു ആക്രമണമായിട്ട് ഒരു യൂണിലാറ്ററൽ സൈഡിലേക്ക് ഇത് പോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, ഹോർമൂസ് കടലിടുക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഇതുവരെ രണ്ടു വിഭാഗങ്ങളും ഉപരോധം തുടരുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ആക്രമണങ്ങൾ തുടങ്ങാനുള്ള ഒരു കാരണം അമേരിക്കയുടെ ഒരു ഓയിൽ ടാങ്കർ വന്നപ്പോൾ അത് IRGC തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടനെ അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യം എങ്ങനെ നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? കുറച്ച് നാൾ കൂടി ഇതിലൊരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഈ ഒരു യുദ്ധത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോ എക്കണോമിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കാണ്. അപ്പൊ ആ കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കാണെന്നുള്ള പ്രൊജക്ഷൻസ് നടത്തുവാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ദുർബലമായിട്ടാണെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു രാജ്യങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവേണ്ട സാഹചര്യം വളരെയധികം സംജാതമായിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഇനിയും കുറേയേറെ നാൾ കൂടി ഉപരോധം തുടരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിൽ ഓവർ എക്കണോമിക് ക്രൈസിസ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേൾഡ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവർക്ക് കൂടി ഈ വിഷയത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയാൽ മാത്രമേ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകരാതിരിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇറ്റ് റിമെയിൻസ് ടു ബി സീൻ എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ് അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്.